സിൽവർ അലക്കേഷ്യ. അലക്കേഷ്യ വെറൈറ്റികളിൽ വളരെ വ്യത്യസ്തമായ വെറൈറ്റിയാണ് സിൽവർ അലക്കേഷ്യ. ഇതിന് സിൽവർ അലക്കേഷ്യ എന്ന് പറയാൻ തന്നെ കാരണം ഇതിന്റെ ലീഫുകളൊക്കെ സിൽവർ കളറാണ്. സിൽവർ കളർ ലീഫും നമുക്ക് വീടുകളിൽ ഇൻഡോർ പ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. നമുക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം വയ്ക്കും, പൊക്കം വയ്ക്കത്തില്ല. ഈ സൈസ് മാത്രമേ പൊക്കം വയ്ക്കത്തുള്ളൂ. നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്നു നിൽക്കും. പിന്നെ ഇതിന് പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലപ്പം ചീയലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ലീഫേ ചീയലുണ്ടാവുള്ളൂ. ആ ലീഫ് മാറ്റിയിട്ട് അതിന്റെ തടം ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. വേറൊരു പ്രശ്നം ഇതിനുണ്ടാവാറില്ല. ഇൻഡോർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഈ പ്ലാന്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഇതിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് വെളിച്ചം കൊള്ളിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലീഫൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെളിച്ചം കൊടുത്തിട്ട് തിരിച്ചെടുത്ത് നമ്മൾ ഇൻഡോർ ആയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും അത് ഇൻഡോറിൽ തന്നെ വച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ലീഫിലൊക്കെ നമുക്ക് എപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഇതിന്റെ ആ ഒരു തിളക്കവും ആ ഒരു സിൽവർ കളർ എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൂടാതെ ഇതിന്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുമ്പോൾ ഇതിന്റെ സക്കറുകൾ ഇതിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകളെ ആക്കിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ പൊക്കം വയ്ക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിന്റെ ആ കിഴങ്ങിനെ എടുത്ത് വീണ്ടും അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.